ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രാജീവും അരുണും ബിസിനസ് ആവശ്യത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞ് പണവും സ്വർണവും സുധീഷിന്റെ കയ്യിൽ കൊടുത്തയക്കുകയും അതൊരു സ്ഥലത്ത് എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയുമാണ്. വഴിയിൽ വെച്ച് സ്വർണവും പണവും ഗുണ്ടകൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും സുധീഷിനെ തട്ടിക്കൊണ്ടുപോവുകയുമാണ്. സുധീഷ് സ്വർണവും പണവും മോഷ്ടിച്ച് നാട് വിട്ടു എന്ന് അവർ നിധിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നു. ഒരു ഗുണ്ടയുടെ ഫോണിൽ നിന്നും സുധീഷ് സുഭാഷിന്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുകയും സുഭാഷും ഹരീഷും നികേഷും കൂടി സുധീഷിനെ രക്ഷിക്കുകയുമാണ്. ഒരു ഗുണ്ടയെ അടിച്ചു ചോദ്യം ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ രാജീവും അരുണുമാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. രാവിലെ രാജീവിന്റെ വീട്ടുകാരെ ഞെട്ടിച്ചുകൊണ്ട് മടങ്ങിയെത്തുകയാണ് സുധീഷ്. പത്രമെടുക്കാനായി ഹേമ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ പത്രം വായിച്ച് അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന സുധീഷിനെ കാണുകയാണ്. ഞെട്ടി രാജീവേട്ടാന്ന് വിളിച്ച് ഭയത്തോടുകൂടി അകത്തേക്ക് ഓടിപ്പോവുകയാണ് ഹേമ. സാന്ദ്ര കോഫിയുമായി ഹോളിലേക്ക് വരുമ്പോൾ ഓടി വരുന്ന ഹേമ സാന്ദ്രയുടെ കയ്യിൽ തട്ടുകയും കോഫി താഴേക്ക് വീഴുകയുമാണ്. സാന്ദ്ര ചോദിക്കുന്നു, എന്താ അമ്മ ഇത് ഇങ്ങനെ പരവേശത്തോടു കൂടി ഓടി വരുന്നത്? എന്തു പറ്റി? അവിടെ എന്താ? ഹേമ ചോദിക്കുന്നു, അരുൺ എവിടെ? പോയി അരുണിനെ കൂട്ടിക്കൊണ്ടുവാ. ഇത് കേട്ട് സാന്ദ്ര അരുണിനെ വിളിക്കാനായി ഓടി പോവുകയാണ്. ഹേമ രാജീവിന്റെ അരികിലേക്ക് ഓടിപ്പോകുന്നു. ബഹളം കേട്ട് നിധിയും അവിടേക്ക് ഓടി വരികയാണ്. ഹോളിലേക്ക് വന്ന എല്ലാവരും ചുറ്റും നോക്കുമ്പോൾ ഭയത്തോടുകൂടി ഹേമ പറയുന്നു, രാജീവേട്ട നോക്ക്, ദേ അങ്ങോട്ട് നോക്ക്. അകത്തേക്ക് കയറി വരുന്ന സുധീഷിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. അരുണും ഹേമയും രാജീവും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ സുധീഷ് എന്ന് വിളിച്ച് നിധി അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. പെട്ടെന്ന് നിധിയുടെ മുന്നിലേക്ക് കയറി നിന്ന് സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് അരുൺ ചോദിക്കുന്നു, എടാ ഞങ്ങളുടെ സ്വർണവും പണവുമായി നീ എവിടാ ഓടിപ്പോയത്? പറയടാ. ടെൻഷനോടുകൂടി രാജീവ് മനസ്സിൽ പറയുന്നു, ഇവൻ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? സുധീഷ് ദേഷ്യത്തോടുകൂടി അരുണിനെ നോക്കുന്നുണ്ട്. അരുൺ പറയുന്നു, പറയാനല്ലടാ പറഞ്ഞത്, നീ എന്തിനാ ഞങ്ങളുടെ സ്വർണവും പണവും മോഷ്ടിച്ചത്? അരികിലേക്ക് ചെന്ന് രാജീവ് പറയുന്നു, അരുണെ കൈ എടുക്കടാ. വന്ന ഉടനെ നീ എന്തിനാ ഷട്ടിൽ കയറി പിടിക്കുന്നത്? സുധീഷ് പണം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാ സുധീഷ് ഇവിടെ വന്ന് നിൽക്കുന്നത്? നീ ഒന്ന് സമാധാനപ്പെട്. സുധീഷ് ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പണവും സ്വർണവും മോഷ്ടിച്ചത് സുധീഷ് അല്ല, മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. എടാ, സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാകില്ല. ചോദിക്കട്ടെ സുധീഷ്, ഇന്നലെ സുധീഷ് മടങ്ങി വരാത്തത് കൊണ്ട് ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സമാധാനമായി. എന്താ സംഭവിച്ചത്? അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, ഞാൻ ഫോൺ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാ പറഞ്ഞത്. ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു, മെസ്സേജ് അയച്ചു, എവിടാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് അതിലൊന്നിനും റിപ്ലൈ ചെയ്യാൻ തോന്നിയില്ലേ നിങ്ങൾക്ക്? എന്താ ഉണ്ടായത്? ആ സ്വർണവും പണവും ഒന്നും സുധീഷ് എടുത്തിട്ടില്ലല്ലോ അല്ലെ? ഇല്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, പിന്നെന്താ ഇന്നലെ വരാഞ്ഞത്? കരഞ്ഞോണ്ട് നിധി പറയുന്നു, സുധീഷ് പണവും സ്വർണവും മോഷ്ടിച്ച് എവിടേക്കോ ഓടിപ്പോയെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ ഭയന്നുപോയി. ഒന്ന് ഫോൺ വിളിച്ച് എവിടെ ഉണ്ടെന്ന് എന്നോടൊന്നും പറയത്തില്ലായിരുന്നു. ആരോടും പറയാതെ എവിടാ പോയത്? രാജീവും അരുണും ഹേമയും എല്ലാം ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. സുധീഷ് പറയുന്നു, ഇവിടെ നിന്ന് ഞാൻ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ഒരാൾ വണ്ടിക്ക് കൈ കാണിച്ചു. കണ്ടിട്ട് ആക്സിഡന്റ് നടന്നതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി നിർത്തി കാര്യം ചോദിച്ചു. പെട്ടെന്ന് എവിടെ നിന്നോ 5-6 ആളുകൾ വന്ന് എന്നെ അടിച്ചിട്ട് കാറിലുണ്ടായിരുന്ന ബാഗ് എടുത്തോണ്ട് പോയി. ഞാൻ അവരെ തടയാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അവര് ബാഗുമായി അവിടെ നിന്ന് ഓടിപ്പോയി. എന്നെയും ബലമായി ഞാൻ കൊണ്ടുപോയ കാറിൽ പിടിച്ചു കയറ്റി ഫാക്ടറി പോലെ തോന്നുന്ന ഒരു സ്ഥലത്ത് കെട്ടിയിട്ടു. എനിക്ക് എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല നിധി. അവിടെ നിന്ന് എന്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു പറിച്ചോണ്ട് പോയത് ആരാ? അതിനുശേഷം എന്നെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നത് ആരാന്ന് എനിക്കൊന്നും അറിയില്ല. രക്ഷപ്പെടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. എന്നെ എന്തിനു വേണ്ടിയാണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ സ്ഥലം മാറ്റുന്നതിനായി രാത്രി ഒരു കാറിൽ കയറ്റി കൊണ്ടുപോയി. വഴിയിൽ വെച്ച് അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടാണ് ഞാനിപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. രാജീവ് മനസ്സിൽ പറയുന്നു, ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. രക്ഷപ്പെട്ടു. സുധീഷ് രാജീവിനെയും അരുണിനെയും ശ്രദ്ധിക്കുന്നുണ്ട്. കരകൊണ്ട് നിധി ചോദിക്കുന്നു, സുധീഷിന് ഒന്നും പറ്റിയില്ലല്ലോ അല്ലെ? ഇല്ലെന്ന് സുധീഷ് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി രാജീവിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, ഞാൻ പറഞ്ഞതല്ലേ സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന്. സുധീഷ് അങ്ങനത്തെ ആളല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോ? സുധീഷിനെ പറ്റി നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? ദേ ഇപ്പൊ വന്ന് നിൽക്കുന്നല്ലോ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? രാജീവ് പറയുന്നു, നിധി അത് വിട്. ആദ്യം സുധീഷിനെ അവിടേക്ക് ഇരുത്ത്. ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്നതാ. നോക്ക്, ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. സാന്ദ്രെ, സുധീഷിനെ കുടിക്കാനായി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. സുധീഷ് വാ, ഇവിടെ ഇരിക്ക്. അങ്ങനെ രാജീവ് സുധീഷിനെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ സുധീഷിന്റെ കയ്യിൽ പിടിച്ച നിധി പറയുന്നു, വാ ഇങ്ങോട്ട് ഇരിക്ക്. ഇത് കേട്ട് സുധീഷ് അവിടേക്ക് ഇരിക്കുകയാണ്. സാന്ദ്ര വെള്ളവുമായി അവിടേക്ക് ഓടി വരികയാണ്. സുധീഷിന്റെ അരികിലേക്ക് ഇരുന്ന നിധി ചോദിക്കുന്നു, അവർ ഒരുപാട് അടിച്ചോ? സുധീഷ് പറയുന്നു, ഇല്ല കുഴപ്പമില്ല, നിധി പേടിക്കണ്ട. രാജീവ് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. സാന്ദ്രയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിച്ച് സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നിധി. വെള്ളം കുടിക്കുന്ന സുധീഷ് രാജീവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അരുൺ പറയുന്നു, നിധി അവനെന്തോ കഥ ഉണ്ടാക്കി പറഞ്ഞതാ, നീ അത് വിശ്വസിച്ചോ? റൗഡികൾ വന്നു, സ്വർണവും പണവും മോഷ്ടിച്ചുകൊണ്ട് പോയി, കുറച്ചുപേർ അവനെ കടത്തിക്കൊണ്ടുപോയി, അവൻ രക്ഷപ്പെട്ട് ഓടി വന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഇവൻ കള്ളം പറയുന്നതാ നിധി. സ്വർണവും പണവും എല്ലാം ഇവൻ തന്നെ മോഷ്ടിച്ചിട്ട് നമ്മളോട് മറ്റാരോ മോഷ്ടിച്ചെന്ന് കള്ളം പറയുക.
പറയുകയാണ്. രാജീവ് മനസ്സിൽ പറയുന്നു, വിവരമില്ലാത്തവൻ, ഇവൻ എന്തിനാ ഇങ്ങനെ ധൃതി വെച്ച് ഓരോന്ന് പറയുന്നത്. അങ്ങനെ രാജീവ് പറയുന്നു, അരുണെ, സുധീഷ് എന്തിനു കള്ളം പറയണം? സുധീഷ് തിരിച്ചു വന്ന് ഇവിടെ ഇരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കത്തില്ലേ സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. സുധീഷ് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ, നീ ഒന്നും മിണ്ടാതിരിക്കുക. അരുൺ ചോദിക്കുന്നു, അച്ഛൻ എന്താ ഇവനെ കണ്ട ഉടനെ കാര്യങ്ങൾ മാറ്റി പറയുന്നത്? റൗഡികൾ വന്നു മോഷ്ടിച്ചോണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ടോ? അവസാനം ഇവ മാത്രം തിരിച്ചു വന്നു. പണവും സ്വർണവും ഒക്കെ എവിടെ? തന്നെ രക്ഷിക്കാൻ പറ്റിയവന് പണവും സ്വർണവും സൂക്ഷിക്കാൻ പറ്റിയില്ലേ? ഈ കഥയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചാ. സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ചതിന് ശേഷം ഇവിടെ വന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവനെയാണോ വീട്ടിൽ കയറ്റിയിരുത്തി സംസാരിക്കുന്നത്? ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് നിധി പറയുന്നു, അരുണേട്ടാ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇതല്പം കൂടുന്നുണ്ട്. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മോഷ്ടിച്ചു, കുടുംബം മോഷ്ടിക്കുന്നവരുടെ കുടുംബമാണ്. സുധീഷിനെ പറ്റിയും സുധീഷിന്റെ കുടുംബത്തിനെ പറ്റിയും എന്ത് മോശമായാണ് നിങ്ങളൊക്കെ സംസാരിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വന്ന് ഇരിക്കുന്നില്ലേ? ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത്? സുധീഷിന്റെ മേലെ പഴി ചേർന്നത് ഇതോടുകൂടി അവസാനിപ്പിച്ചേക്കണം. അരുൺ പറയുന്നു, ഞാൻ അവസാനിപ്പിക്കാം, പക്ഷേ സ്വർണവും പണവും എവിടെയാണെന്ന് അവൻ പറയട്ടെ. അവിടെ നിന്ന് എഴുന്നേറ്റ് സുധീഷ് പറയുന്നു, ഇപ്പൊ എന്താ, നിങ്ങൾ എന്റെ കയ്യിൽ തന്നുവിട്ട സ്വർണവും പണവും എവിടെയാണെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ സുധീഷ് പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം അരുണിനെ അരികിലേക്ക് വിളിച്ച് രാജീവ് പറയുന്നു, എടാ വിവരമില്ലാത്തവനെ, എങ്ങനെയോ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൻ ഇത്ര ധൈര്യത്തോടുകൂടി ഇവിടെ വന്നിരിക്കുവോ? നമ്മളാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. നീ വെറുതെ സംസാരിച്ച് സംശയം ഉണ്ടാക്കരുത്. സുധീഷ് സുഭാഷിനെയും നികേഷിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി വരികയാണ്. അവരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. നിധി ചോദിക്കുന്നു, സുഭാഷേട്ടൻ എന്താ ഇവിടെ? നികേഷ്, എന്താണ് നടന്നത്? സുധീഷ് പറയുന്നു, നിധി, സീനില് ഇവരെങ്ങനെ വന്നെന്നാണോ ആലോചിക്കുന്നത്? എല്ലാം ഞാൻ പറയാം, എല്ലാം ഞാൻ തന്നെ പറയാമേ. അങ്ങനെ സുധീഷ് രാജീവിനെയും അരുണിനെയും നോക്കുകയാണ്. രാജീവും അരുണും ഹേമയും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. അവരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുധീഷ് പറയുന്നു, നിധി, എന്നെ ഗുണ്ടകൾ കടത്തിക്കൊണ്ടുപോയപ്പോൾ രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി ഞാൻ അവരിൽ ഒരാളുടെ ഫോണിൽ നിന്നും സുഭാഷേട്ടന്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഏകദേശ വഴിയും പറഞ്ഞു കൊടുത്തു. ആ ഗുണ്ടകൾ ഞാൻ സംസാരിച്ചത് എങ്ങനെയോ മനസ്സിലാക്കിയെടുത്തു. എന്നെ ഉടനെ ആ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകാനായി ട്രൈ ചെയ്തു. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചു. ഹരീഷ് ഓടിച്ചോണ്ട് വന്ന ബൈക്കും എന്നെ കടത്തിക്കൊണ്ടുപോയ വണ്ടിയും ആക്സിഡന്റ് ആയി. ഗുണ്ടകൾ പുറത്തിറങ്ങുകയും ഇവരും ആ ഗുണ്ടകളുമായി വഴക്കുണ്ടാകുകയും ചെയ്തു. ഈ സമയം സുഭാഷേട്ടനും എന്റെ അനുജന്മാരും ഞാൻ അകത്തുള്ളത് കണ്ടു. പിന്നെന്താ, റൗഡികളുമായിട്ട് നല്ല കീടിലൻ തല്ല് അടിച്ചെല്ലാവരെയും പറപ്പിച്ചു. രാജീവ് പറയുന്നു, ആരാ സുധീഷ് ഇത്രയ്ക്ക് മോശമായിട്ട് നിന്നോട് പെരുമാറിയത്? ആരാണെന്ന് ഞാൻ അറിയട്ടെ, പിന്നെ അവനൊന്നും ജീവനോടെ ഉണ്ടാകില്ല. ഇത് കേട്ട് സുധീഷ് പറയുന്നു, അയ്യോ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇതിന്റെ എല്ലാം പിന്നിൽ ആരാണെന്ന് ഞാൻ തന്നെ പറയാം. ഇത് കേട്ട് രാജീവും അരുണും ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സുധീഷ് ഉറക്കെ ഹരീഷ് എന്ന് വിളിക്കുകയാണ്. ഗുണ്ടകളിൽ ഒരാളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ് ഹരീഷ്. അയാളെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അരുണും രാജീവും. സുഭാഷ് ദേഷ്യത്തോടുകൂടി രാജീവിനെ നോക്കുന്നുണ്ട്. ആ ഗുണ്ടയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ദേ നിൽക്കുന്നില്ലേ, ഇവൻ എന്നെ തട്ടിക്കൊണ്ടു പോയത്. രാജീവ് ചോദിക്കുന്നു, സുധീഷ് ഇവനാണോ? അങ്ങനെ ആ ഗുണ്ടയുടെ അരികിലേക്ക് ചെന്ന് ഷട്ടിൽ കുത്തിപ്പിടിച്ച രാജീവ് ചോദിക്കാണ്, സുധീഷ് ഇവനാണോ പണവും സ്വർണവും മോഷിച്ചോണ്ട് പോവുകയും സുധീഷിനെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത്? ആരാടാ നീ ആരുടാളാ? പറയടാ, സ്വർണവും പണവും എല്ലാം എവിടെ? പറയടാ, എന്റെ മരുമകനെ നീ എന്തിനാ തട്ടിക്കൊണ്ടുപോയത്? പറയടാ എന്ന് പറഞ്ഞ രാജീവ് ആ ഗുണ്ടയെ തല്ലുകയാണ്. അരുൺ മനസ്സിൽ പറയുന്നു, ഈ അച്ഛൻ എന്താ ഈ ചെയ്യുന്നത്? അയാൾ എന്റെ പേര് പറയില്ലേ? രാജീവ് പറയുന്നു, സുധീഷ് ഇവനെ എനിക്ക് വിട്ടു തന്നേക്ക്. ഇവനെ അടിക്കുന്ന അടിയില് സത്യം പുറത്തു വരുന്നത് കണ്ടോ? പറയടാന്ന് പറഞ്ഞ ആ ഗുണ്ടയെ വീണ്ടും രാജീവ് തല്ലുമ്പോൾ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് സുഭാഷ്. രാജീവ് പറയുന്നു, സുഭാഷ് അങ്ങോട്ടേക്ക് മാറി നിൽക്ക്, അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. സുഭാഷ് ദേഷ്യത്തോടുകൂടി രാജീവിനെ നോക്കുകയാണ്. ടെൻഷനോടുകൂടി രാജീവ് ചോദിക്കുന്നു, എന്താ സുഭാഷ്, എന്താ ഇങ്ങനെ നോക്കുന്നത്? സുഭാഷ് പറയുന്നു, സാറിനെ വിശ്വസിച്ചല്ലേ ഞാൻ അവരെ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് അയച്ചത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാമോ? ഇത് കേട്ട് ടെൻഷനോടുകൂടി നിധിയെ നോക്കുകയാണ് രാജീവ്. നിധി സംശയത്തോടുകൂടി നിൽക്കുന്നു. സുഭാഷ് പറയുന്നു, പ്രായത്തിൽ മൂത്ത ആൾ, എല്ലാം ക്ഷമിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് അവിടെ താമസിച്ച് സ്നേഹം നടിച്ച് മകളെയും ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു. നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ എന്തിനാ അയാളോട് ഇങ്ങനെ സംസാരിക്കുന്നത്? കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ സുധീഷിനെ ഇയാൾ കൊന്നേനെ. രാജീവ് ഭയത്തോടുകൂടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ ഇവിടെ നടക്കുന്നത്? സുധീഷിനെ കൊല്ലുമായിരുന്നോ? ഹരീഷ് എന്താ ഈ പറയുന്നത്? എന്താ സുഭാഷ് ഏട്ടൻ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നികേഷ് പറയുന്നു, ഏട്ടത്തിയുടെ അച്ഛനാ ഇതിനെല്ലാത്തിനും കാരണം. ഗുണ്ടകളെ അയച്ച് സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ചതും സുധീഷ് ഏട്ടനെ തട്ടിക്കൊണ്ടുപോയതിന്റെ പിന്നിലും ഏട്ടത്തിയുടെ അച്ഛനാണ്. ഞെട്ടി വിശ്വസിക്കാനാകാതെ രാജീവിനെ ഒന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു, അച്ഛനോ? നികേഷ് പറയുകയാണ്, അതെ ഏട്ടത്തി. സുധീഷ് ഏട്ടനെ ഏട്ടത്തിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനും ഏട്ടത്തിയെ ഇവിടെ തന്നെ നിർത്താനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വഴി സുധീഷ് ഏട്ടന്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇവർ ശ്രമിച്ചത്. ഇപ്പൊ പിടിക്കപ്പെട്ടപ്പോൾ കിടന്ന് ഉരുണ്ട് കളിക്കുക. ആ ആക്സിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ ഏട്ടത്തിനെയും സുധീഷ് ഏട്ടനെ ജീവനോടെ കാണില്ലായിരുന്നു. ആ ആക്സിഡന്റ് നടന്നുകൊണ്ടാണ് ഞങ്ങൾ സുധീഷ് ഏട്ടനെ കണ്ടത്. ദേഷ്യത്തോടുകൂടി
രാജീവിനോട് നിധി ചോദിക്കുന്നു, ഇവര് പറയുന്നതെല്ലാം സത്യമാണോ? ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാകാൻ വേണ്ടിയാണോ ഇങ്ങനെയെല്ലാം ചെയ്തത്? പറയച്ചാ. രാജീവ് പറയുന്നു, നിധി അങ്ങനെയൊന്നും ഇല്ല മോളെ, ഇവരെല്ലാവരും കള്ളം പറയുകയാണ്. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പറ മോളെ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, ഓഹോ പിന്നെ എന്തിനാ സർ കാറിൽ വെച്ച് എന്നെ വെല്ലുവിളിച്ചത്? ഇത് കേട്ട് രാജീവ് ഞെട്ടി നിൽക്കുമ്പോൾ നിധി സംശയത്തോടുകൂടി രാജീവിനെ നോക്കുകയാണ്. നിധി ചോദിക്കുന്നു, വെല്ലുവിളിച്ചെന്നോ? അപ്പൊ സുധീഷ് പറയുകയാണ്, പറയട്ടെ. ടെൻഷനോടുകൂടി രാജീവ് പറയുന്നു, വേണ്ട. സുധീഷ് പറയുകയാണ്, നിങ്ങൾ എന്നെ വെറുതെ ഒന്നുമല്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ ഒരു പഴി എന്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. രാജീവ് പറയുന്നു, നിധി ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. നിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നും അകറ്റാനാണ് ഇവൻ ശ്രമിക്കുന്നത്. ഇവനെ വിശ്വസിക്കരുത് നിധി. നീ അകത്ത് പോ, ഞാൻ ഇവന്മാരുടെ കാര്യം നോക്കിക്കോളാം. ഹേമേ ആദ്യം ഇവളെ കൂട്ടിക്കൊണ്ടു പോ അകത്തേക്ക്. നിധിയുടെ അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ച ഹേമ പറയുന്നു, നിധി അച്ഛൻ സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ, ഇനി എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കിക്കോളും. നീ വാ, നമുക്ക് അകത്ത് പോകാം. നിധി ഹേമയുടെ ഒപ്പം പോകാൻ തയ്യാറാകുന്നില്ല. രാജീവ് പറയുന്നു, അരുണെ നിധിയെയും കൂട്ടി അകത്തേക്ക് പോ. നിധിയുടെ കയ്യിൽ കയറി പിടിച്ച് അരുൺ പറയുന്നു, നിധി നീ അകത്തേക്ക് വാ, അച്ഛൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ, അകത്തേക്ക് വാ നിധി, പിന്നെ നമുക്ക് സംസാരിക്കാം വാ എന്നും പറഞ്ഞ അരുണും ഹേമയും നിധിയുടെ കയ്യിൽ പിടിച്ചു വലിക്കുമ്പോൾ കൈ തട്ടി മാറ്റി ദേഷ്യത്തോടുകൂടി ഉറക്കെ നിധി പറയുന്നു, എന്നെ വിട്. എല്ലാവരും ഞെട്ടി നിധിയെ നോക്കുമ്പോൾ അവരുടെ നേരെ വിരൽ ചൂണ്ടി നിധി പറയുന്നു, ആരെങ്കിലും എന്റെ ദേഹത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ. രാജീവ് പറയുന്നു, നിധി ഞാൻ പറയുന്നത് കേൾക്ക്, ഇവനെ വിശ്വസിക്കരുത്, അച്ഛനല്ലേ പറയുന്നത്. എന്താ മോളെ ഞാൻ പറയുന്നത് കേൾക്ക്. അങ്ങനെ രാജീവ് നിധിയുടെ തോളിലേക്ക് കൈവയ്ക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി രാജീവിനെ തള്ളി മാറ്റുകയാണ് നിധി. ഞെട്ടി രാജീവ് നിധി എന്ന് വിളിക്കുമ്പോൾ ഹേമയും സാന്ദ്രയും അരുണും എല്ലാം ഞെട്ടി നിൽക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, അച്ഛൻ സുധീഷിനെ വെല്ലുവിളിച്ചായിരുന്നോ? സുധീഷ് പറയുന്നു, അത് നിധിയുടെ അച്ഛൻ എന്റെ കാറിൽ കയറിയെന്ന് പറഞ്ഞില്ലേ, അന്ന് എന്നെ വെല്ലുവിളിച്ചു. ഒരാഴ്ചക്കുള്ളില് നിധി എന്റെ മകളായിട്ട് എന്റെ വീട്ടിൽ വരും. പിന്നീട് രാജീവ് സുധീഷിന്റെ വീട്ടിലേക്ക് വന്നതും രാജീവ് സുധീഷിനെ മാറ്റി നിർത്തി സംസാരിച്ചതും പിന്നീട് രാജീവിന്റെ ഒപ്പം സുധീഷിനെയും നിധിയെയും രാജീവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും അവിടെ വെച്ച് നിധി അറിയാതെ രാജീവും അരുണും സുധീഷിനെ ദ്രോഹിച്ചതുമെല്ലാം നിധിയോട് പറയുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് പറയുന്നു, ഇവിടെ വെച്ചും ഇവരെന്നെ ഒരുപാട് അപമാനിച്ചു, പക്ഷെ ഞാനതൊന്നും വലിയ കാര്യമാക്കിയില്ല. നിധിയുടെ കുടുംബത്തിന്റെ ഒപ്പം സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ നിധിയോട് ഒന്നും പറഞ്ഞില്ല, എല്ലാം മറച്ചു വെച്ചു. പണവും സ്വർണവും എല്ലാം തന്ന് അതും കൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ എന്തോ എമർജൻസി ആയതുകൊണ്ടാണ് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ നിധിയുടെ അച്ഛൻ എന്നെ ട്രാപ്പ് ചെയ്യുകയാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ദേഷ്യത്തോടുകൂടി രാജീവ് പറയുന്നു, എടാ നിർത്തടാ നിധി, ഇവരെ വിശ്വസിക്കരുത്. ഇവൻ നിനക്കാരാ? നിന്റെ ജീവിതത്തിലേക്ക് ഇപ്പൊ വന്നവൻ. ഇവനെയാണോ നീ വിശ്വസിക്കേണ്ടത്? നിനക്ക് ജന്മം നൽകിയ നിന്റെ അച്ഛനെയല്ലേ? ശരി, ഇവൻ പറയുന്നതിനെല്ലാം എന്ത് തെളിവുണ്ട്? എനിക്കും വേണമെങ്കിൽ പറയാലോ, എന്റെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാൻ വേണ്ടിയാണ് എന്റെ മകളെ അവൻ സ്വന്തമാക്കിയതെന്ന്. വായിൽ വരുന്നത് എന്ത് വേണമെങ്കിലും പറയാമോ? ഞാനാണ് ഇവനെ കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ളതിന് തെളിവ് വേണം. തെളിവുണ്ട്, ചോദിക്കും മോളെ അങ്ങോട്ട്. ഹരീഷ് പറയുന്നു, തെളിവുണ്ട് സർ. അങ്ങനെ ആ ഗുണ്ടയുടെ ഷട്ടിൽ പിടിച്ച് രാജീവിന്റെ മുന്നിലേക്ക് കൊണ്ടു നിർത്തി ഹരീഷ് പറയുകയാണ്, സാറ് ചോദിക്കുന്നത് കേട്ടില്ലേടാ, നീ എന്താ പിന്നെ മിണ്ടാ നിൽക്കുന്നത്? പറയടാ, സാറ് ചോദിച്ച തെളിവ് ഇവൻ പറയും. ഇത് കേട്ട് രാജീവ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം നിധിയോട് പറയുകയാണ് അയാൾ. രാജീവാണ് സുധീഷിനെ തട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞതെന്നും രാജീവ് പറഞ്ഞിട്ടാണ് സുധീഷിനെ തടഞ്ഞു നിർത്തി സ്വർണവും പണവും മോഷ്ടിച്ചതെന്നും രാജീവ് പറയുമ്പോൾ സുധീഷിനെ കൊല്ലാനായിരുന്നു പ്ലാൻ എന്നും അയാൾ പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടി ദേഷ്യത്തോടുകൂടി രാജീവിനെ നോക്കുകയാണ് നിധി. സുധീഷ് പറയുന്നു, ഞങ്ങൾ അടിച്ച അടിയില് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളെല്ലാം ഓടിപ്പോയി. ഇവൻ ഞങ്ങളുടെ കയ്യിൽ പെട്ടു. ഇവനെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ നാടകം കളിക്കുകയാണെന്ന് പറഞ്ഞ് നിധിയുടെ അച്ഛൻ ഇവിടെ വലിയൊരു നാടകം കളിച്ചേനെ. രാജീവ് പറയുന്നു, നിധി ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് വിശ്വസിക്കണം. രാജീവിനെ തടഞ്ഞുകൊണ്ട് നിധി പറയുന്നു, മതി, നിങ്ങളൊരു മനുഷ്യനാണോ? എങ്ങനെ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ തോന്നി? നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിച്ച്? എന്റെ ഉള്ളിൽ സ്നേഹം ഉള്ളത് കൊണ്ടാ നിങ്ങളോട്. അച്ഛൻ സുധീഷിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എന്നെ വീണ്ടും ഈ വീട്ടിൽ തളച്ചിടണം, അതല്ലേ അച്ഛന്റെ പ്ലാൻ. സുധീഷിനെ കാണാതായതിനു ശേഷം നിങ്ങൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയായിരുന്നു. ആരും സുധീഷിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്താ നിങ്ങൾ എന്നെ മനസ്സിലാകാത്തതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അരുൺ പറയുന്നു, നിധി അച്ഛൻ എന്ത് ചെയ്താലും നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ആ വീട്ടില് ആ കുപ്പയിൽ വേണം നിനക്ക് ജീവിക്കാൻ. ഇവിടെ നീ താമസിച്ച 4 ദിവസം എന്ത് സന്തോഷം ഉണ്ടായിരുന്നു നിനക്ക്? അതെല്ലാം ഒന്ന് ആലോചിച്ചു നോക്ക്. നീ എന്തിനാ അവിടെ പോയി കഷ്ടപ്പെടുന്നത്? നിധി പറയുകയാണ്, നിങ്ങളുടെ കാലില് പരുക്ക് പറ്റിയതല്ലേ, ഞൊണ്ടിയല്ലേ നടന്നത്? അച്ഛൻ എന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ നല്ല വേഗത്തിലാണല്ലോ വന്നത്. ഇത് കേട്ട് രാജീവും അരുണും ഹേമയും ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. സാന്ദ്ര സംശയത്തോടു കൂടി അരുണിനെ നോക്കുന്നു. അപ്പൊ അരുൺ പറയുന്നു, ഇല്ല ഞാൻ ഞൊണ്ടിയാ നടന്നു വന്നത്. നിധി പറയുന്നു, ദുഷ്ട, അപ്പം എല്ലാം ഡ്രാമയായിരുന്നു അല്ലേ? എന്ത് മനുഷ്യരാ നിങ്ങളെല്ലാവരും? ഇവിടെ നിൽക്കാൻ തന്നെ എനിക്ക് പേടി തോന്നുവാ. എല്ലാവരും നന്നായി അഭിനയിക്കുകയായിരുന്നല്ലോ. എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നു? നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ കൊല്ലാൻ പോലും നിങ്ങൾ മടിക്കുമായിരുന്നില്ല. രാജീവ് പറയുന്നു, നിധി സൂക്ഷിച്ച് സംസാരിക്ക്. നിധി ചോദിക്കുന്നു, എന്താ അച്ഛൻ ഞാൻ സൂക്ഷിച്ച് സംസാരിക്കേണ്ടത്? നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് പറയാൻ തന്നെ എനിക്ക്
നാണക്കേട് തോന്നുക. ഒരച്ഛൻ ചെയ്യേണ്ട കാര്യമാണോ നിങ്ങൾ ചെയ്തത്? ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്ത രീതിയിൽ താഴേക്ക് പോയല്ലോ എന്റെ അച്ഛൻ. നിങ്ങളുടെ അഭിമാനവും അന്തസ്സും ആണല്ലോ പ്രധാനം. സ്വന്തം മകളുടെ സന്തോഷമൊന്നും അതിന്റെ മുന്നിൽ ഒന്നും അല്ലല്ലോ. അച്ഛന്റെ ബിസിനസ് പാർട്ട്നേഴ്സിനോട്, ബന്ധുക്കളോട്, ഫ്രണ്ട്സിനോട് ഓടിച്ചോടിപ്പോയ എന്റെ മകളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു, അവൾ ഇനി ഇവിടെ തന്നെ നിൽക്കും എന്റെ മകളായിട്ടെന്ന് പറയണം അല്ലേ? അതിനുവേണ്ടി അച്ഛൻ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും പോകും. രാജീവ് പറയുന്നു, നിധി, അച്ഛൻ നിന്റെ നല്ലതിനു വേണ്ടിയാ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ രാജീവ് അരികിലേക്ക് വരുമ്പോൾ തടഞ്ഞുകൊണ്ട് നിധി പറയുന്നു, എന്റെ അടുത്തേക്ക് വരരുതെന്നാ പറഞ്ഞത്. നിങ്ങളെ കാണുന്നത് എനിക്കിപ്പോ പേടിയാ. നിങ്ങളെ വിശ്വസിച്ച് വീണ്ടും ഈ വീട്ടിലേക്ക് വന്ന് ചതിക്കപ്പെട്ട് നിൽക്കുന്നതോർത്താൽ എനിക്ക് അപമാനം തോന്നുക. മതി, നിങ്ങൾ ഇതുവരെ എനിക്ക് ചെയ്തു തന്ന എല്ലാ നല്ലതും മതി. എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണുന്നത് തന്നെ വെറുപ്പും അറപ്പുമാണ്. അച്ഛൻ, അമ്മ, പെങ്ങളെന്നും പറഞ്ഞ് ആരും ഇനി എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. ഇനി നിങ്ങൾ ആരോ ഞാൻ ആരോ. അങ്ങനെ കരഞ്ഞ ദേഷ്യത്തോടു കൂടി നിധി അവിടെ വന്ന് പോകുമ്പോൾ രാജീവ് പുറകെ നിധിന്ന് വിളിക്കുകയാണ്. നിധി തിരിഞ്ഞു നോക്കുന്നില്ല. അച്ഛാന്ന് വിളിച്ച് രാജീവിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് അരുൺ. പൊട്ടിക്കരഞ്ഞ് ഹേമയും രാജീവിന്റെ കയ്യിലേക്ക് പിടിക്കുന്നു. നിധി സുധീഷിന്റെയും തന്റെയും ബാഗും എടുത്ത് താഴേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാവരും നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു, നമുക്ക് പോകാം വാ. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി, ഇവരെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് പോവുകയാണോ? സുധീഷ് ഏട്ടൻ ഇവര് കൊല്ലാൻ നോക്കി. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. ഒരാളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കുന്നത് നിയമത്തിന്റെ മുന്നിൽ തെറ്റാണ്. സാക്ഷി പറയാനും ആളുണ്ട്. നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം ഏട്ടത്തി. സുഭാഷ് പറയുന്നു, നികേഷെ വിടടാ, ഇവര് ചെയ്ത പാപത്തിന്റെ ഫലം ഇവര് തന്നെ അനുഭവിക്കും. വാ നമുക്ക് പോകാം. നിധി വാ മോളെ. അങ്ങനെ നിധിയുടെ കയ്യിൽ നിന്നും ബാഗും വാങ്ങിച്ച് സുഭാഷ് എല്ലാവരെയും കൂട്ടി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ രാജീവ് ഉറക്കെ നിധിന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് തിരിഞ്ഞു നോക്കാതെ എല്ലാവരും അവിടെ നിൽക്കുകയാണ്. രാജീവ് പറയുന്നു, നിധി, നീ ചെയ്യുന്നത് തെറ്റാണ്. പിന്നീട് നീ ഒരുപാട് വിഷമിക്കും. നിധി പറയുന്നു, 23 വർഷം വളർത്തിയ നിങ്ങളെക്കാളും എനിക്കിപ്പം വലുതായിട്ട് തോന്നുന്നത് ഇവരാണ്. എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ ഇവിടെ കഴിയുന്നതിനെക്കാട്ടിലും സന്തോഷമായിട്ടും സമാധാനത്തോടെയും അവിടെ കഴിയും. ചത്താലും ഈ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരില്ല. നിങ്ങളും എന്നെ അന്വേഷിച്ചു വരരുത്. ഗുഡ് ബൈ. അങ്ങനെ നിധി അവിടെ വന്ന് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് സുധീഷും സുഭാഷും നികേഷും ഹരീഷും. തുടർന്ന് ഗേറ്റിന്റെ അരികിലേക്ക് വന്ന നിധി കണ്ടു നിറങ്ങിയ സുധീഷിനോട് പറയുന്നു, സോറി. എന്താ നിധി ഇതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, നടന്നതിനെല്ലാം ഒരു വിധത്തില് ഞാനും കാരണക്കാരിയാ. സുധീഷ് പറയുന്നു, എന്താ നിധി ഇത്? അവര് ചെയ്ത തെറ്റിന് നിധി എന്ത് പിടിച്ചു? കൈകൂപ്പി കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു, നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുക. സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ നീ ക്ഷമയൊക്കെ ചോദിക്കുന്നത്? അതൊന്നും വേണ്ട. നിങ്ങളെ രണ്ടുപേരെയും സുരക്ഷിതമായി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലേ, അത് മതി. ശരി വാ, ഇവിടെ ഇനി അധിക നേരം നിൽക്കണ്ട. ഹരീഷ് പറയുകയാണ്, ഈ വീടിന്റെ വൈബേ ശരിയല്ല. ആദ്യം നമുക്ക് ഇവിടുന്ന് പോകാം. അങ്ങനെ അവർ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, ഒരു മിനിറ്റ്, ഞാൻ വരാം. നീ എവിടെ പോവാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഒരു ചെറിയ ജോലിയുണ്ട്, പെട്ടെന്ന് വരാമേ. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി വന്ന സുധീഷ് അരുണിനെ പിടിച്ചു മുന്നിലേക്ക് നിർത്തി കാരണം പുക ചടിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാജീവും ഹേമയും സാന്ദ്രയും. സുധീഷ് പറയുന്നു, എടാ, ഈ 2 ദിവസം കൊണ്ട് ഞാൻ എത്ര അടി വാങ്ങിച്ചു, അതിലൊന്നെങ്കിലും നീ മേടിക്കണ്ടേ? അങ്ങനെ സുധീഷ് വീണ്ടും അരുണിനെ തല്ലുകയാണ്. രാജീവ് ഉറക്കെ എടാന്ന് വിളിക്കുമ്പോൾ മിണ്ടരുതെന്ന് കൈകൊണ്ട് കാണിച്ചിട്ട് സുധീഷ് അരുണിനോട് ചോദിക്കുന്നു, മുഖം മറച്ചു വന്ന അടിച്ചത് നീയല്ലടാ, അതിനുവേണ്ടി ഈ അടി. അങ്ങനെ രാജീവിന്റെയും ഹേമയുടെയും സാന്ദ്രയുടെയും മുന്നിലിട്ട് അരുണിനെ തല്ലുകയാണ് സുധീഷ്. അരികിലേക്ക് ഓടി വന്ന് രാജീവ് ചോദിക്കുന്നു, എടാ, നീ ആരുടെ ദേഹത്താ കൈവെക്കുന്നത്? അങ്ങനെ രാജീവ് സുധീഷിനെ തല്ലാനായി കൈ ഉയർത്തുമ്പോൾ കയ്യിൽ കയറി പിടിച്ചു തുടങ്ങിയ സുധീഷ് പറയുന്നു, പ്രായത്തിൽ മുതിർന്ന ആളായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ദേഹത്ത് കൈവെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കരുത്. അങ്ങനെ സുധീഷ് രാജീവിനെ തള്ളി മാറ്റുമ്പോൾ അരികിലേക്ക് ഓടി വന്ന ഷട്ടിൽ കുത്തിപ്പിടിച്ച അരുൺ ചോദിക്കുന്നു, എടാ, നീ ആരുടെ ദേഹത്താ കൈവെക്കുന്നത്? സുധീഷ് ദേഷ്യത്തോടു കൂടി അരുണിനെ തല്ലുകയാണ്. അരുൺ വീണ്ടും സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുമ്പോൾ രാജീവ് ഉറക്കെ പറയുന്നു, അരുണെ വിട്. സുധീഷ് പറയുന്നു, അതെ, നിങ്ങളുടെ ആൾക്കാരെന്നെ തട്ടിക്കൊണ്ടുപോയ കാറ് വെളിയിലുണ്ട്, അത് ഞാൻ എടുത്തോണ്ട് പോവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ആളെ അയച്ച് ഡ്രൈവറെ വെച്ച് എടുത്തോണ്ട് വാ. വരട്ടെ അമ്മായിയച്ച. അരുണിന്റെ കവളിൽ ചെറുകി അടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, പോട്ടെ അളിയാ. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അരുണും രാജീവും. സുധീഷ് അരികിലേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, വീണ്ടും നീ വഴക്കുണ്ടാക്കാൻ പോയതാണോ? സുധീഷ് പറയുകയാണ്, ഇനി അവരോട് വഴക്കുണ്ടാക്കാൻ എന്തുവാ? നമ്മൾ 5 പേരില്ലേ, വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചു പോകുമെന്ന് ആലോചിച്ചോ? നമുക്കൊരു ടാക്സി പിടിച്ചു പോകാമെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്തിന്? എന്നെ കടത്തിക്കൊണ്ടുപോയവരുടെ കാറ് ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് അതിൽ പോകാം. കാറ് തിരിച്ചു വേണമെങ്കിൽ ആളെ വിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. സുധീഷ് പറയുന്നു, നമുക്ക് ഈ വണ്ടിയിൽ തന്നെ പോയാൽ മതി, ഫ്യൂവലൊക്കെ നിറച്ചുണ്ട്, ആ ചെലവ് ലാഭമാകും. അതൊന്നും ശരിയാകില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, സുധീഷ് പറയുന്നതാ ശരി. നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് പോണം? അവർക്ക് വേണമെങ്കിൽ ഡ്രൈവറെ വിട്ട് കാർ എടുത്തോട്ടെ. സുധീഷ് പറയുന്നു, അങ്ങനെ പറഞ്ഞു കൊടുക്ക് നിധി. വാ സുഭാഷ് ഏട്ടാ, നമുക്ക് ഇതിൽ പോകാം. അങ്ങനെ അവർ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.